ഈ ഇടയ്ക്ക് വെച്ച് ഞാനൊരു കൊട്ടാരക്കര ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ഒരു ഡോക്ടറാണ്. അപ്പോൾ വേദിയിൽ ഡോക്ടർ വേറെ പ്രസംഗിക്കാനാണ് വന്നത്. പക്ഷെ അവർക്ക് പാട്ടിനോട് അത്രയ്ക്ക് ഒരു താല്പര്യം കാരണം 12 ടൈപ്പിൽ വാർമുകിലെ മാറ്റി മാറ്റി ചിത്ര പാടിയിട്ടുണ്ട് എന്ന് ആ ഡോക്ടർ സ്റ്റേജിൽ വേദിയിൽ നിന്നിട്ട് അവർ പാടി കാണിച്ചിട്ടുണ്ട്. ഇത്ര ഞാൻ കരുതിയില്ല. 4-5 ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ 12 ടൈപ്പിൽ ചിത്രം മാറി പാടിയിട്ടുണ്ടെന്ന്. വീട്ടിൽ തന്നെ ഒരു സ്റ്റുഡിയോ റൂം ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടായി റെക്കോർഡ് ഈ വാർമുകിലെ പാടുന്നത്. ചെറിയൊരു ഇത് വെച്ചിട്ടാണ് പാടുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചിത്രത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, രവിയേട്ടൻ ചിത്രയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കും. സ്വാതന്ത്ര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രവിയേട്ടനെ ചിത്രയെ പറയുന്ന ബ്ലോട്ടിംഗ് പേപ്പർ എന്നാ, ഈ എന്താണേലും അബ്സർവ് ചെയ്തോളൂ. ശരി, അത് രവിയേട്ടനെ ഈ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പല പല രീതിയിൽ ചെയ്തുമ്പോൾ ചിലപ്പോൾ മറന്നുപോകും. മറന്നുപോയിട്ട് ശരി ഏതായിരുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പഴയതായിരുന്നു, രണ്ടാമത് വരുന്നത് ചിത്ര. അത് മാഷേ അത് 4-മത്തേതായിരുന്നു, 4-മത്തേതാണ് മാഷ്, അത് പാടി കേൾപ്പിക്കും. അപ്പോൾ മാഷ് പറയും ചിത്രം എടുത്തോണ്ടെങ്കിൽ പിന്നെ ശരി അങ്ങനെ മറക്കും. ടേപ്പ് റെക്കോർഡ് മറ്റേ എപ്പോഴും കയ്യിൽ ടേപ്പ് റെക്കോർഡ് കാണും രവിയേട്ടൻ, ചെറിയ അപ്പോഴെപ്പോഴും പാടുന്നത് എടുക്കുക, അല്ലെങ്കിൽ മറന്നുപോകും. അപ്പോൾ അത് കാരണം ചെയ്ത് വെക്കും. അപ്പോൾ ഇവളുടെ അടുത്തുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല, അത് കൃത്യമായിട്ട് തന്നെ കൊണ്ടുവരും. ഒരു സിംഗറിൻ്റെയൊക്കെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ അബ്സോർവിങ് പവർ ഉണ്ടല്ലോ. ചിത്രയൊക്കെ വെച്ചാൽ ഇത്രയ്ക്കും അവിടെയോ വിനയവും അവിടെയോ ഇതും എല്ലാം ഈ അബ്സോർവിങ് പവറും പാടാനുള്ള എല്ലാം ഒത്തു വന്നിട്ടുണ്ട്. ചിലവർക്കാണെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പോലെ അബ്സോർവ് ചെയ്യാൻ പറ്റില്ല. 3 തവണ തിരിച്ചും പറഞ്ഞു കൊടുത്ത് അവസാനം അവർ പാടുന്ന പോലെ പഠിക്കാൻ വിടും. അങ്ങനെ സംഭവിക്കാറുണ്ട്. ചിത്ര ചേച്ചിയുടെ ടിപ്പിക്കൽ സോങ്ങുകൾ, ചില സോങ്ങുകളുണ്ട് ടിപ്പിക്കൽ സോങ്ങുകൾ. അതിലൊന്നാണ് ശിവുചേട്ടൻ എഴുതിയിട്ടുള്ള കണിക്കൊന്നകൾ പൂക്കുമ്പോൾ. കണിക്കൊന്നകൾ അതെ, അതൊരു ആലാപന ശൈലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതില്ലേ ഈ ദാസേട്ടനും ചിത്രയും രവീന്ദ്രൻ മാഷും ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്പുറവും ഇവരെല്ലാം കൂടെ ഒന്ന് ഒത്തുചേരാനുള്ള കാലഘട്ടം കിട്ടിയല്ലോ. ഈ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇത്രയും മനോഹരമായ പാട്ടുകൾ നമുക്ക് കിട്ടിയത് അല്ലേ? അതന്നെ. ഇപ്പോഴത്തേക്കുള്ള സിറ്റുവേഷൻ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോഴും പറയാറുണ്ട്, മാഷ് ഒരു കണക്ക് നോക്കി കഴിഞ്ഞാൽ ഭാഗ്യവാനാണ്. ഈ ഒരു സിറ്റുവേഷനിൽ പാട്ട് ചെയ്യേണ്ടി വന്നില്ലല്ലോ. പക്ഷേ ചെയ്യാൻ പറ്റില്ലായിരുന്നു, സത്യമായിട്ട് പറ്റില്ലായിരുന്നു. ആ ഒരു അവസാന സമയം തന്നെ മാഷ് വടക്കുന്നാഥൻ ചെയ്ത സമയത്ത് തന്നെയാണ് മറ്റേ രാശിയുടെ ലജ്ജാവതിയെ വന്ന സമയം. രണ്ടും ഒരുപോലെ ഹിറ്റായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് ലജ്ജാവതിയെ ട്രെൻഡ് മാറി എന്നും പറഞ്ഞിട്ട് ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ച പാട്ടായിരുന്നല്ലോ. ആ സമയത്ത് ഒരു ഡയറക്ടർ, ആ പേരൊന്നും പറയുന്നില്ല, ഒരു ഡയറക്ടർ, ഒരു പുതിയ ഡയറക്ടറാണ് മാഷിൻ്റെ അടുക്ക വന്നിട്ട്, മാഷേ ട്രെൻഡൊക്കെ മാറി, മാഷ് അറിഞ്ഞില്ലേ, മാഷ് അതുപോലൊരു പാട്ട് ചെയ്യണം. ഞങ്ങളുടെ എന്താണ് ഓടിച്ചിട്ട് വേണ്ട. അത് പറഞ്ഞു അത് ചെയ്യാനല്ലേ വേറെ ആളുള്ളത്, നീ അങ്ങോട്ട് പോ, നീ വീട് മാറി വന്നിരിക്കുകയല്ലേ, നീ അങ്ങോട്ട് പോ. അത് ജന്മത്തിൽ ഞാനങ്ങനെ എൻ്റെ ശൈലി വിട്ടിട്ട് ഞാൻ ചെയ്യില്ല. എല്ലാ സംഗീതം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ശൈലി ചെയ്തു, ജാസിയുടെ ചെയ്തു അല്ലേ? അതൊന്നിപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് ആവശ്യമുണ്ടോ? അപ്പോൾ രവിയേട്ടൻ ഒറ്റൊരു കാര്യം പറഞ്ഞു, ശോഭേ ഞാൻ ഈ സിനിമയ്ക്ക് സംഗീതം ചെയ്യില്ല. എന്നുവെച്ചാൽ ഇവിടെയൊക്കെ ട്രെൻഡ് മാറി എന്ന് പറയാം. എന്നോട് വന്ന് ഇതുപോലൊരു പാട്ട് ചെയ്യാൻ പറഞ്ഞ് ധൈര്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഇനിയും വരും അതുപോലത്തെ പാട്ട്. ഞാനിനി സംഗീതം ചെയ്യില്ല. പക്ഷേ അത് അറമ്പറ്റിയ വാക്കായിപ്പോയി. അടക്കുന്നതിന് ശേഷം ചെയ്യേണ്ടി വന്നില്ല ഒന്നും. ശരി, എന്നിട്ടാണ് പോയിട്ട് തമ്പുര വാങ്ങിച്ചിട്ട് ഞാൻ കച്ചേരിയെ ചെയ്യുന്നുള്ളതെന്നും പറഞ്ഞ് തമ്പുര വാങ്ങി കച്ചേരി ചെയ്യാൻ പ്രാക്ടീസ് തുടങ്ങിയായിരുന്നു. പക്ഷേ അതിന് കച്ചേരി ചെയ്യാൻ പറ്റിയില്ല. അതിന് മുമ്പ് പോയില്ലോ. അതിന് മുമ്പ് വടക്കുന്നാഥൻ്റെ സമയത്ത് തന്നെയാണല്ലോ